ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹീതരായ സഹോദരി സഹോദരന്മാരെ, മലങ്കര കാത്തലിക് TV സംപ്രേഷണം ചെയ്യുന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്ത പരമ്പരയുടെ 99ാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് തേജസ്കരണത്തിന് ശേഷമുള്ള 6ാം ഞായറാഴ്ച. ആരാധനാക്രമ വത്സരത്തിൻ്റെ അവസാനത്തെ കാലഘട്ടമായ സ്ലീബാകാലം ആരംഭിക്കുവാൻ പോകുന്നു. ഇന്നത്തെ വചനചിന്തയായി സുവിശേഷമായി സഭ നമുക്ക് തരുന്നത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 34 മുതൽ 38 വരെയുള്ള വചനഭാഗമാണ്. ഹ്രസ്വമായ ഈ വചനഭാഗം നമുക്ക് ശ്രവിച്ചുകൊണ്ട് ഈ വചനചിന്തയിലേക്ക് കടക്കാം. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിബന്ധിക്കും. സംഭവിക്കുവാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കുവാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. എല്ലാ ദിവസവും അവൻ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. രാത്രിയിൽ അവൻ പട്ടണത്തിന് പുറത്തുപോയി ഒലിവുമലയിൽ വിശ്രമിച്ചു. അവന്റെ വാക്കുകൾ കേൾക്കുവാൻ വേണ്ടി ജനം മുഴുവൻ അതിരാവിലെ ദേവാലയത്തിൽ അവന്റെ അടുത്ത് വന്നിരുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുന്നു. സ്നേഹമുള്ളവരെ, ആദിമ ക്രിസ്തീയ സമൂഹത്തിൽ നിലനിന്നിരുന്ന യുഗാന്ത്യ ചിന്തയുടെ പശ്ചാത്തലത്തിൽ ഈ യുഗാന്ത്യം പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമാണെന്നും അതിൻ്റെ പശ്ചാത്തലത്തിൽ വരാനിരിക്കുന്ന അന്ത്യവിധിയും അതുപോലെ തന്നെ അതിനുള്ള ഒരുക്കവുമൊക്കെ 3 സുവിശേഷകന്മാരും സമാന്തര സുവിശേഷകന്മാരായ വിശുദ്ധ മത്തായിയും മർക്കോസും ലൂക്കായും അവതരിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24ഉം 25ഉം അധ്യായങ്ങളും, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായവും, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായവും ഈ യുഗാന്ത്യ ചിന്തകൾ കൈമാറുന്ന വേദഭാഗങ്ങളാണ്. ഈ ഞായറാഴ്ചത്തെ നമ്മളുടെ സുവിശേഷ വായനയായി സഭ നമുക്ക് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 34 മുതൽ 38 വരെയുള്ള വചനഭാഗം തരുമ്പോൾ അവിടെ ദൈവപുത്രന്റെ ആഗമനം ഏറ്റവും അടുത്തിരിക്കുന്നുവെന്നും അതിനാൽ നാം ഒരുക്കമുള്ളവരായിരിക്കണമെന്നും ഇപ്രകാരമുള്ള കാലഘട്ടത്തിൽ നമ്മെ ആവഹിക്കുവാൻ സാധ്യതയുള്ള ചില പ്രത്യേകതകൾ എടുത്തു പറഞ്ഞുകൊണ്ട് ജാഗരൂകര ആയിരിക്കുവാനുള്ള മുന്നറിയിപ്പ് നൽകുകയാണ് കർത്താവായ യേശു. ക്രൈസ്തവ ചരിത്രത്തിലെ ആദ്യത്തെ 2 നൂറ്റാണ്ട് കാലം മതമർദ്ദനത്തിന്റെ കാലഘട്ടം എന്നാണ് നാം മനസ്സിലാക്കുക. യുഗാന്ത്യവും യേശുവിന്റെ 2ാമത്തെ ആഗമനവും വളരെ പെട്ടെന്ന് നടക്കുമെന്ന് സംഭവിക്കുമെന്ന് ആദിമ ക്രിസ്ത്യാനികൾ വിശ്വസിച്ചിരുന്നു. മനുഷ്യപുത്രന്റെ മഹത്വപൂർണമായ ആഗമനം സമാന്തര സുവിശേഷകന്മാരെല്ലാം പ്രത്യേകമായി പരാമർശിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു പഴയ ഉടമ്പടി പശ്ചാത്തലം ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 9-ാം തിരുവചനം മുതലുള്ള ഭാഗത്ത് വ്യക്തമാണ്. അവിടെ വിധിയാളനായി മേഘത്തിൽ എഴുന്നള്ളി വരുന്ന ഒരു മനുഷ്യപുത്രന്റെ ഒരു ദർശനം വിശുദ്ധ ദാനിയേൽ ദീർഘദർശി അവതരിപ്പിക്കുന്നു. അതിന്റെ ചുവട് പിടിച്ചാണ് പുതിയ ഉടമ്പടിയിലെ സമാന്തര സുവിശേഷകന്മാർ കർത്താവിന്റെ പ്രതീകമായിട്ട് വിധിയാളനായി വരുന്ന 2ാമത് എഴുന്നള്ളി വരുന്ന ആ യേശുവിൻ്റെ ഒരു പ്രതീകമായിട്ട്
ഈ മനുഷ്യപുത്രന്റെ ആഗമനത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ 3 കാര്യങ്ങളിൽ നിന്നും നാം പിന്തിരിയണം എന്ന് യേശു നമ്മെ പഠിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത, ഇവ 3മാണ് നമ്മെ കെണിയിൽ വീഴിക്കുവാൻ വേണ്ടി വ്യഗ്രത കൊള്ളുന്ന വസ്തുതകൾ. സുഖലോലുപത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആധ്യാത്മികമായ ചിന്താഗതിക്കും കാഴ്ചപ്പാടിനും അതീതമായ ജീവിതശൈലിയും ചിന്താശക്തിയുമാണ് ഇവിടെ പ്രതിപാദ്യം. സാധാരണ മനുഷ്യന് വന്നുകൂടാവുന്ന 3 തലങ്ങളിലുള്ള പ്രശ്നങ്ങൾ: സുഖലോലുപത, അതുപോലെ മദ്യാസക്തി, ജീവിതത്തിന്റെ വ്യഗ്രത. സുഖലോലുപതയെക്കുറിച്ച് നാം പറയുമ്പോൾ നമുക്കറിയാം, ആധുനിക മനുഷ്യൻ സുഖലോലുപതയ്ക്ക് അടിമയായിരിക്കുന്നു. നമ്മ എപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്, ആധുനിക യുഗം ഒരു കൺസ്യൂമറിസ്റ്റിക് സൊസൈറ്റിയാണ്. ഉപഭോഗ സംസ്കാരത്തിന് അധീനമായി ജീവിക്കുന്ന ഒരു സമൂഹമാണ്. സാധാരണ ജീവിതത്തിൽ മനുഷ്യരാരും സംതൃപ്തരല്ല. മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് സുഖലോലുപതയ്ക്ക് പ്രത്യേകമായി സഹായിക്കുന്ന എല്ലാം വാങ്ങിക്കൂട്ടുക, അത് ആസ്വദിക്കുക എന്നുള്ളത് ആധുനിക മനുഷ്യന്റെ ഒരു പ്രത്യേകമായ താല്പര്യമായി മാറി. ദൈവത്തിൽ നിന്നും ഇപ്രകാരം നാം അകന്നു ചിന്തിക്കുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. നമുക്കറിയാം, പാശ്ചാത്യ രാജ്യങ്ങളിൽ സാമ്പത്തികമായ ഭദ്രതയുണ്ടാകുമ്പോൾ മതം അവിടെ ശോഷിച്ചു പോയിട്ടുണ്ട്. ആത്മീയമായ പാതയിൽ നിന്നും മനുഷ്യൻ അകന്നു പോകുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. പാശ്ചാത്യ നാടുകളിൽ വിശ്വാസ ജീവിതത്തിന്റെ ആഴം കുറഞ്ഞുപോയി എന്ന് നാം പറയാറുള്ളതിന്റെ കാരണം ഇതാണ്. പൗരസ്ത്യ നാടുകളിലും നാം അധിവസിക്കുന്ന നമ്മുടെ രാജ്യത്തും ഇപ്രകാരമുള്ള സുഖലോലുപത മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റുന്ന ഒരു തിന്മയായി മാറിയിരിക്കുകയാണ്. എന്ത് കിട്ടിയാലും മനുഷ്യന് സംതൃപ്തിയില്ല. ജീവിതത്തിന്റെ സൗകര്യങ്ങൾ അവന് തികയുന്നില്ല. എല്ലാം ഉള്ളപ്പോൾ ദൈവത്തെ പ്രത്യേകമായി ആവശ്യമില്ല എന്നുള്ള ചിന്ത മനുഷ്യരെ നയിക്കുന്നു. പ്രാർത്ഥനയ്ക്കും ഭക്താഭ്യാസങ്ങൾക്കും അവിടെ പ്രസക്തിയില്ല. ഗ്രീക്ക് തത്വശാസ്ത്രത്തിൽ എപ്പിക്യൂറിയനിസം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം നാം കേട്ടിട്ടുണ്ടാകാം. ആ സിദ്ധാന്തം അനുസരിച്ച് അവർ ചിന്തിക്കുന്നത് ഇപ്രകാരമാണ്: നീ തിന്നുക, കുടിക്കുക, ജീവിതം ആഘോഷിക്കുക. നാളെ നിനക്ക് ലഭ്യമാകുമെന്നറിയില്ല, അതുകൊണ്ട് സുഖമായി ജീവിക്കുക എന്നുള്ള ഒരു തത്വസംഹിതയാണ് എപ്പിക്യൂറിയനിസം പിൻചൊല്ലുന്നവര് അനുധാവനം ചെയ്യുന്ന വഴി. കർത്താവായ യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മോട് പറയുകയാണ്, ഇത് മനുഷ്യനെ ബാധിക്കുന്ന ഒരു തിന്മയാണ്. ഈ ലോകത്തിലുള്ള ജീവിത സാഹചര്യങ്ങളും സൗകര്യങ്ങളും മാന്യമായ രീതിയിൽ മനുഷ്യന് ജീവിക്കുവാനുള്ള സാധ്യതകളായി മാറും. അത് അമിതമായി കഴിയുമ്പോൾ ആധ്യാത്മികമായ നമ്മുടെ വഴിയിൽ നിന്നും മാറിപ്പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് സുഖലോലുപതയെ ഒരു തിന്മയായി ആധ്യാത്മിക ശാസ്ത്രം കാണും. സുഖലോലുപത വരുമ്പോൾ അവിടെ പുണ്യത്തിന് സ്ഥാനമില്ലാതെ പോകുന്നു. അതുകൊണ്ട് യേശു പറയുകയാണ്, യുഗാന്ത്യം അടുത്തു വരുമ്പോൾ ഇപ്രകാരമുള്ള സുഖലോലുപതയോടുള്ള താല്പര്യം മനുഷ്യരിൽ വർദ്ധിച്ചു വരും. അതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുക. രണ്ടാമത്തെ തിന്മയായി നാം സൂക്ഷിക്കണമെന്ന് യേശു പറയുന്ന കാര്യം മദ്യാസക്തിയാണ്. ലഹരിയും ലഹരി വസ്തുക്കളും അത് തിന്മയായി ചിത്രീകരിക്കപ്പെടുന്നൊരു കാലഘട്ടം.
ഈ അടുത്ത കാലഘട്ടത്തിൽ മദ്യവും മയക്കുമരുന്നും നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന വലിയ തിന്മയായി മാറിക്കഴിഞ്ഞു. ഓരോ രാജ്യവും അവരുടെ മദ്യനയം തന്നെ ഈ ചിന്തയ്ക്ക് അപ്പുറം രൂപീകരിച്ചു കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ മദ്യം ലഭ്യമാകുന്നു. മയക്കുമരുന്ന് പല സ്ഥലങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത് നമ്മുടെ യുവജനങ്ങളുടെ ഇടയിൽ അത് കൂടുതൽ സ്വാധീനം ചെലുത്തി വരും. നമ്മുടെ യുവതലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും അധീനരായി ജീവിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ സുവിശേഷ ഭാഗത്തിലെ കർത്താവ് തരുന്ന രണ്ടാമത്തെ ചിന്ത, നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യം മദ്യാസക്തി നിങ്ങളെ കാത്തുകൊള്ളുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമെല്ലാം ഈ മയക്കുമരുന്നും മദ്യവും അമിതമായ സ്വാധീനം ചെലുത്തി വരുമ്പോൾ അത് വഴിയായിട്ട് മനുഷ്യന് സുബോധം നഷ്ടപ്പെടുന്നു, സാമ്പത്തികമായ ഭദ്രത നഷ്ടപ്പെടുന്നു, അസമാധാനത്വവും അരാജകത്വവും നടമാടുന്നു എന്നുള്ളതൊക്കെ നാം കൂട്ടി വായിക്കേണ്ടിയിരിക്കുന്നു. സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും വില കൽപ്പിക്കാത്ത ഒരവസ്ഥയാണ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിത്തീരുന്നവരുടെ സമൂഹം കൈമാറുന്ന ചിന്ത. ദാരിദ്ര്യം എന്നുള്ളത് ഈ മദ്യവും മയക്കുമരുന്നും വഴി ഉണ്ടാകുന്ന ഒരു സാമൂഹിക തിന്മയാണ്. സഭയ്ക്ക് ഇവിടെ ഒരു നിലപാടുണ്ടാകണം. അതുകൊണ്ടാണ് പലപ്പോഴും മാറി മാറി വരുന്ന സർക്കാരിന്റെ മദ്യനയത്തോട് സഭ പ്രതികരിക്കുന്നത്. അത് തിന്മയായി വരുന്ന മദ്യനയത്തെ ചോദ്യം ചെയ്യുവാനായിട്ട് സഭ മുന്നോട്ട് വരുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ്. മൂന്നാമത്തെ തിന്മയായി, നമ്മുടെ മനസ്സിനെ ദുർബലമാക്കുന്ന ഒരു തിന്മയായി ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുന്ന കാര്യം ജീവിത വ്യഗ്രത എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അമിതമായ വ്യഗ്രത നമുക്ക് ആവശ്യമില്ല. കാരണം സൃഷ്ടാവായ ദൈവം നമുക്ക് ആവശ്യമുള്ളതെല്ലാം ക്രമീകരിച്ചു തരും എന്നുള്ളൊരു വിശ്വാസം അടിസ്ഥാനപരമായി നമുക്ക് വേണം. പല മനുഷ്യരും അവർക്കുള്ള സാഹചര്യങ്ങളിൽ സംതൃപ്തരല്ല. നാളത്തെക്കുറിച്ചുള്ള ആകുലതകൾ അവരെ അലട്ടുന്നു. അതുകൊണ്ട് ഏത് കാരണവശാലും ഏത് മാർഗം സ്വീകരിച്ചും ഭാവി ജീവിതം സുസ്ഥിരമാക്കുവാനായിട്ട് ആധുനിക മനുഷ്യൻ നെട്ടോട്ടമോടുന്ന ഒരു കാഴ്ചയാണ് നാം കാണുക. ദൈവാശ്രയ ബോധത്തിന്റെ കുറവാണിത്. നാളത്തെക്കുറിച്ച് സമ്പാദിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതല്ല, അമിതമായ വ്യഗ്രത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും അനുകൂലമല്ല. നാളത്തെക്കുറിച്ച് നീ ആകുലപ്പെടേണ്ട. വചനത്തിൽ നാം വായിക്കുന്നു, വയലിലെ പുല്ലുകളെ നീ നോക്കുക, പുഷ്പങ്ങളെ നോക്കുക, അവ എത്രമാത്രം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ആ പുല്ലുകൾ സോളമനേക്കാൾ സുന്ദരമായി തീർന്നിരിക്കുന്നു. ആകാശത്തിലെ പറവകളെ നിങ്ങൾ നോക്കുക, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല. നല്ലവനായ ദൈവം അവയെ തീറ്റിപ്പോറ്റുന്നു. ഈ വചനഭാഗം നമുക്ക് തരുന്ന ചിന്ത, നമ്മുടെ സാധാരണ ജീവിതത്തിൽ അമിതമായ ആകുലത, ജീവിത വ്യഗ്രത നമുക്കുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഇന്നത്തെ മനുഷ്യൻ ജീവിത വ്യഗ്രതയ്ക്ക് അടിമയാണ്. അതുകൊണ്ട് അവന്റെ ജീവിതത്തെക്കുറിച്ച് അവൻ ആകുലപ്പെട്ടുകൊണ്ട് നെട്ടോട്ടമോടുമ്പോൾ ഈ സുവിശേഷ ഭാഗം നമ്മെ ചിന്തിപ്പിക്കണം, നമ്മെ ഇത് ദുർബലമാക്കുന്ന വസ്തുതയാണ് എന്ന്. സുവിശേഷകൻ പറയുകയാണ്, ഈ സുഖലോലപതയും മദ്യാസക്തിയും ജീവിത വ്യഗ്രതയും മനസ്സിനെ ആക്കുന്ന തിന്മകളാണ് എന്ന്. ആ തിന്മകൾ, ആ അവസ്ഥ ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുകയും എന്ന മുന്നറിയിപ്പാണ് സുവിശേഷകൻ നമുക്ക് തരിക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 28-ാം വചനം പറയുന്നു, നിങ്ങൾ ശിരസ്സുയർത്തി നിൽക്കുവിൻ. മനസ്സ് ദുർബലമായാൽ ആരുടെയും ശിരസ്സുകൾ ഉയരുകയില്ല. നമ്മുടെ ശിരസ് നമുക്ക് ഉയരണമെങ്കിൽ നമ്മുടെ മനസ്സിന് നമുക്ക് ബലമുണ്ടാകണം. മനസ്സിന്റെ ബലം നശിപ്പിക്കുന്ന മേൽപ്പറഞ്ഞ 3 ചിന്തകൾ, സുഖലോലുപതയും മദ്യാസക്തിയും ജീവിത വ്യഗ്രതയും, നമ്മിൽ നിന്നും അകറ്റിക്കളഞ്ഞുകൊണ്ട് അത് ഒരിക്കലും നമ്മുടെ മനസ്സിനെ ദുർബലമാക്കാതിരിക്കുവാൻ, നമ്മുടെ ശിരസിനെ ഉയർത്തിപ്പിടിക്കുവാൻ
നമ്മെ സഹായിക്കണം എന്ന് സുവിശേഷകൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ആ ദിവസം ഒരു കെണി പോലെ നിങ്ങൾ നിബന്ധിക്കും, എല്ലാവരും അതിനെ വിധേയരാകും, അതെല്ലാവരും ഇതിന് വിധേയരാകും എന്നുകൂടി പറഞ്ഞു വയ്ക്കുകയാണ്. കെണി എന്നുള്ളത് സാധാരണ ട്രാപ്പ് എന്ന് ഇംഗ്ലീഷിൽ പറയും. വന്യമൃഗങ്ങളെ പിടിക്കുവാനായിട്ട് ക്രമീകരിച്ചു വയ്ക്കുന്ന ഒരു സംവിധാനമാണ്. അവ അവിടെ നിലവിലുണ്ടെന്ന് പോലും മനസ്സിലാക്കാതെയാണ് ഈ വന്യമൃഗങ്ങൾ അല്ലെങ്കിൽ ജീവികൾ ഈ കെണിയിൽപ്പെടുന്നത്. അപ്പോൾ സാധാരണക്കാരായ മനുഷ്യർക്ക് ഇതൊരു കെണിയായിട്ടാണ് വരിക, തിന്മയായിട്ട് അവർ കാണുവാൻ പറ്റുകയില്ല. അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവരെ ഒരു കെണിയായി അത് ബാധിക്കും എന്ന് സുവിശേഷൻ പറയുകയാണ്. ഒരുക്കമില്ലാത്തവർക്ക് അന്ത്യവിധിയും മനുഷ്യന്റെ ആഗമനവും ഒരു കെണി പോലെ അനുഭവവേദ്യമാകും. അതുകൊണ്ട് നാം ഒരുക്കമുള്ളവരായിരിക്കണമെന്ന് ഈ സുവിശേഷത്തിലൂടെ സഭ നമ്മെ പഠിപ്പിക്കുകയാണ്. 36-ാം തിരുവചനം പറയുന്നു, കെണിയിൽപ്പെട്ടു പോകാത്ത മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുവാൻ നമുക്ക് സാധിക്കണം. ഇത് സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുവാൻ വേണ്ട കരുത്ത് ലഭിക്കുവാൻ നാം സദാ പ്രാർത്ഥനയിൽ നിമഗ്നരായിരിക്കണം, ജാഗരൂകരായിരിക്കണം എന്ന് യേശു പറയുകയാണ്. ലൂക്കായുടെ സുവിശേഷം പ്രാർത്ഥനയുടെ സുവിശേഷം എന്ന പേരിൽ അറിയപ്പെടാറുണ്ട്. കാരണം പ്രാർത്ഥനയെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു സുവിശേഷകനാണ് വിശുദ്ധ ലൂക്ക. യേശു പഠിപ്പിച്ച പ്രാർത്ഥന ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനഭാഗത്ത് നാം കാണുന്നു. പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ലൂക്കാ സുവിശേഷകൻ തന്റെ 11-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള വചനഭാഗത്ത് പറയുന്നു. അതുപോലെ തന്നെ 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വചനഭാഗത്ത് ഫരിസേയനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കുവാനായിട്ട് ജെറുസലേം ദേവാലയത്തിലേക്ക് വരുന്നതിനെ കുറിച്ച് പറയുന്നു. യഥാർത്ഥ പ്രാർത്ഥനയുടെ മനോഭാവം എന്തായിരിക്കണമെന്ന് സുവിശേഷകൻ നമ്മെ പഠിപ്പിക്കുന്നു. പ്രാർത്ഥന നമുക്കെപ്പോഴും കരുത്ത് പ്രദാനം ചെയ്യും. പ്രാർത്ഥന ശക്തിയുടെ സ്രോതസ്സാണ്. പ്രാർത്ഥനയിൽ നാം ബലം പ്രാപിക്കേണ്ടവരാണ്. പലപ്പോഴും നാം ചിന്തിക്കുന്നത് പ്രാർത്ഥിക്കുന്നതെല്ലാം നമുക്ക് ലഭിക്കണമെന്നാണ്. പ്രാർത്ഥിക്കുന്നത് ലഭിക്കുക എന്നുള്ളതിലുപരിയായി പ്രാർത്ഥന വഴിയായിട്ട് ആത്മീയമായ ബലം സമ്പാദിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദേവാലയത്തിൽ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ ആരംഭിച്ച് ഒരു ദേവാലയ അന്തരീക്ഷത്തിന്റെ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ അവസാനിക്കുന്ന ഒരു സുവിശേഷമാണ് വിശുദ്ധ ലൂക്കായുടേത്. സഖറിയ ദേവാലയത്തിൽ, ജെറുസലേം ദേവാലയത്തിൽ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഭവത്തോടു കൂടിയാണ് ഈ സുവിശേഷം ആരംഭിക്കുന്നത്. കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധാരൂപിയെ നോക്കിപ്പാർക്കുന്ന ഒരു സമൂഹം സദാ പ്രാർത്ഥനയിൽ ചെലവഴിച്ചുകൊണ്ട് ജെറുസലേം ദേവാലയത്തിൽ കഴിഞ്ഞുകൂടുന്നതിനെ പരാമർശിച്ചുകൊണ്ടാണ് ഈ സുവിശേഷം അവസാനിക്കുക. ഇന്ന് നമുക്കറിയാം, കരിസ്മാറ്റിക് ധ്യാനവും മറ്റ് പ്രാർത്ഥനാ ശുശ്രൂഷകളും നിലവിലിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുക. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നന്മകൾ ലഭിക്കുവാനായിട്ട് നാം പ്രാർത്ഥിക്കുന്നു, രോഗശാന്തി ലഭിക്കുവാനായിട്ട് നാം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ സങ്കേതത്തിൽ പലപ്പോഴും നാം പോകുന്നത് രോഗശാന്തി നേടുന്നതിനാണ്. യേശു പറയുകയാണ്, ആത്മാവിന്റെ ബലം പ്രാപിക്കുവാൻ നീ പ്രാർത്ഥിക്കണമെന്ന്. ആ ബലത്തിന് വേണ്ടി കൂടി നാം പ്രാർത്ഥിക്കുന്നവരായി മാറണം. ഈ സുവിശേഷത്തിന്റെ അവസാന ഭാഗം 37-38 തിരുവചനങ്ങൾ നാം എടുത്തു നോക്കുമ്പോൾ എല്ലാ ദിവസവും യേശു ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് സുവിശേഷകൻ പറയുകയാണ്. പകൽ സമയം മുഴുവൻ യേശു ജെറുസലേം ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഗുരുവായിരുന്നു. രാത്രി അവിടുന്ന് പട്ടണത്തിന് പുറത്തുപോയി ഒലിവുമലയിൽ വിശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തുക. ഒലിവുമല അവിടെയാണ് ഗത്സമേനിത്തോട്ടം. കർത്താവായ യേശു പലപ്പോഴും പ്രാർത്ഥിക്കുവാനായിട്ട് പോയിരുന്ന സ്ഥലമാണിത്. യേശു പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു. പകൽ മുഴുവൻ അവിടുന്ന് സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി ചെലവഴിച്ചിട്ട്
രാത്രികാലങ്ങളിൽ ഒലിവുമലയിൽ പ്രാർത്ഥനയുടെ സങ്കേതം തേടുന്ന യേശു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 39-ാം തിരുവചനത്തിലും മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 36 മുതലുള്ള തിരുവചനത്തിലും മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 32-ാം തിരുവചനത്തിലും യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാം തിരുവചനത്തിലും ഈ പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഈ ഒലിവുമലയും ഗത്സമനിലും ഒക്കെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. യേശു പ്രാർത്ഥിക്കുന്ന അതുപോലെ വളരെ ഏകാന്തതയുള്ള സ്ഥലമായിട്ട് ഈ ഒലിവുമല ഇവിടെ പരാമർശിക്കപ്പെടുന്നു. അവന്റെ വാക്കുകൾ കേൾക്കുവാൻ വേണ്ടി ജനം മുഴുവൻ അതിരാവിലെ ദേവാലയത്തിൽ അവന്റെ അടുത്ത് വന്നിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സുവിശേഷം അവസാനിക്കുക. ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന യേശുവിന്റെ വാക്ക് കേൾക്കുവാൻ ജനം മുഴുവൻ ആ ദേവാലയത്തിൽ വന്നുകൊണ്ടിരുന്നു. ജനം മുഴുവൻ എന്ന് പറയുമ്പോൾ അനേകർ എന്നുള്ള അർത്ഥമാണ് ഇവിടെ വിവക്ഷിക്കുക. അനേകർ യേശുവിന്റെ വചനത്തിന് കാതോർക്കുവാൻ, അത് ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ജെറുസലേം ദേവാലയത്തിൽ വന്നുകൊണ്ടിരുന്നു. ജനം ദേവാലയത്തിൽ വന്നത് പഠനത്തിനും പ്രാർത്ഥനയ്ക്കും ആകുന്നു. നമ്മുടെ ദേവാലയങ്ങൾ വചനം കേൾക്കുന്ന സ്ഥലമായി മാറണം, പ്രാർത്ഥിക്കുന്ന ബലിയർപ്പിക്കുന്ന സ്ഥലമായിട്ട് മാറണം. കർത്താവിന്റെ വചനത്തിനും കർത്താവിന്റെ പഠിപ്പിക്കലിനും കാതോർക്കുന്ന സ്ഥലമായി മാറണം. ഈ ജീവിതത്തിന്റെ നവീകരണത്തിനുള്ള വലിയൊരു ആഹ്വാനമാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് തരിക. യുഗാന്ത്യം പെട്ടെന്ന് സംഭവിക്കുമെന്ന് കരുതുന്ന ആദിമ ക്രിസ്ത്യാനികളോട് യേശു പറഞ്ഞ വാക്കുകളാണ്: സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകരുത്. നിങ്ങളത് കെടി പോലെ നിങ്ങളുടെ മേൽ വന്നു പതിക്കുവാൻ ഇടയാകരുത്. പ്രാർത്ഥനയിൽ ബലം കണ്ടെത്തി അതിനെ അതിജീവിക്കണം. സ്നേഹമുള്ളവരെ, തേജസ്കരണത്തിന്റെ 6-ാം ഞായറാഴ്ചയായെന്ന് കർത്താവിന്റെ ഈ തിരുവചനങ്ങൾ നമുക്ക് പ്രത്യേകമായി പ്രത്യാശ നൽകട്ടെ. നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നവരായിട്ട്, കർത്താവിന്റെ അന്ത്യവിധിയുടെ സമയത്ത് യോഗ്യതയോടെ നിൽക്കുന്നവരായിട്ട്, ശിരസ്സുയർന്ന് നിൽക്കുന്നവരായിട്ട് നമുക്ക് മാറുവാനായിട്ട് ഈ വചനഭാഗം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയുടെ മനുഷ്യരാകാം. യേശുവിൻ്റെ മാതൃക നമുക്ക് സ്വീകരിക്കാം. യേശു പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളതൊക്കെ ഹൃദിസ്ഥമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയാക്കി ഈ പ്രാർത്ഥനയെ മാറ്റാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധന്മാരുടെയും നാമത്തിൽ ആമേൻ.